ഷെട്ടി മികച്ച നടനുള്ള 2022 ദേശീയ പുരസ്കാരം നേടിയപ്പോൾ ആ വർഷം മികച്ച സിനിമകൾ ഉണ്ടായിട്ടും മമ്മൂട്ടി പരിഗണിക്കപ്പെട്ടില്ല. 2022 മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരം മമ്മൂട്ടി അഭിനയിച്ച നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയ്ക്കായിരുന്നു. മമ്മൂട്ടി മികച്ച നടന പുരസ്കാരവും ലഭിച്ചു. മമ്മൂട്ടിക്ക് പുരസ്കാരം ലഭിച്ച നൻപകൽ നേരത്ത് മയക്കവും പുഴു, റോസാക്ക് അടക്കമുള്ള ആ വർഷത്തെ സിനിമകളും കേന്ദ്ര ജൂറിയുടെ പരിഗണനയ്ക്ക് വന്നില്ല. സിനിമ സ്ക്രീൻ ചെയ്ത് അയക്കേണ്ട ദക്ഷിണേന്ത്യൻ പ്രാദേശിക ജൂറി ഇത് കേന്ദ്ര ജൂറിക്ക് പരിഗണിക്കാനായി അയച്ചിരുന്നില്ലെന്ന് കേന്ദ്ര ജൂറി വൃത്തങ്ങൾ പറഞ്ഞു. മമ്മൂട്ടി സിനിമകൾ വന്നിരുന്നെങ്കിൽ കാണുമായിരുന്നെന്നും ഒരു സിനിമയും അദ്ദേഹത്തിൻ്റേതായി വന്നിട്ടില്ലെന്നും കേന്ദ്ര ജൂറി വൃത്തങ്ങൾ വ്യക്തമാക്കി. ദേശീയ അവാർഡിനായി ഋഷഭും മമ്മൂട്ടിയും അവസാന നിമിഷം വരെ മത്സരിക്കുന്നു എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. ദക്ഷിണേന്ത്യൻ സിനിമകൾ പരിശോധിക്കാൻ 2 സമിതികളുണ്ടായിരുന്നത് സുശാന്ത് മിശ്ര ചെയർമാനുള്ള സമിതിയിൽ മലയാളികളായ MP പത്മകുമാർ, സന്തോഷ് ദാമോദരനും അംഗങ്ങളായിരുന്നു. രവീന്ദ്രൻ, മുർത്താസ് അലിഖാൻ എന്നിവരായിരുന്നു മറ്റംഗങ്ങൾ. ബാലു സജുലൂജ ചെയർമാനുള്ള 2ാം സമിതിയിൽ രാജ് കണ്ടുകൂറി, പ്രദീപ് കൊച്ചനാരു, കൗസല്യ പൊട്ടൂറി, ആനന്ദ് സിംഗ് എന്നിവരായിരുന്നു അംഗങ്ങൾ. ഈ മേഖലാ സമിതികൾ സംസ്ഥാന പുരസ്കാരം നേടിയ മമ്മൂട്ടിക്ക് സിനിമയടക്കം ദേശീയ തലത്തിലേക്കാതെ തഴഞ്ഞെന്ന് ആരോപണമുണ്ട്. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രതികരിക്കാതെ ജൂറി അംഗമായ സുകുമാർ ഒഴിഞ്ഞുമാറി. മാധ്യമങ്ങളോട് ജൂറി തലത്തിലുള്ള നിലപാടിനെക്കുറിച്ച് പറയുന്നത് വിലക്കുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. മികച്ച സാങ്കേതിക മേന്മയുള്ള ചിത്രം ദക്ഷിണേന്ത്യയിൽ നിന്നെത്തിയതായി ജൂറി അംഗം അൻമോൽ ഭാവെ പറഞ്ഞു. ബ്രഹ്മാസ്ത്രം, പൊന്നിയിൻ സെൽവൻ ഒക്കെ അതിശയിപ്പിക്കുന്നതാണ്. മലയാളത്തിൽ നിന്നുള്ള ആട്ടം ഗംഭീര സിനിമയാണ്. പാട്ടുകളും മികച്ചത്. എല്ലാവരും നന്നായി അഭിനയിച്ച സിനിമ കൂടിയാണത്, അദ്ദേഹം പറഞ്ഞു. മമ്മൂട്ടി സിനിമകൾ പ്രാദേശിക ജൂറി അയക്കാത്തത് എന്തുകൊണ്ടാവാം, കാണാതിരുന്നതും അദ്ദേഹം കൂട്ടിച്ചേർത്തു.